നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എവിടെയാ ശംഭു? പാല. പ്രോപ്പർ സ്ഥലം എവിടെയാ? പ്രോപ്പർ സ്ഥലം എന്ത് വേണം? പാല തൊടുപുഴ റൂട്ട്. പാല തൊടുപുഴ റൂട്ട് അല്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന വാഹനം ഏതാ മേഡം? കിഡ്. ഏത് കമ്പനിയുടെ? റിനോൾട്ടിന്റെ. മേഡം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി? 2002 എടുത്തതാണ്. 22 വർഷമായി. മേഡത്തിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കാൻ പറ്റും, കയറ്റാൻ പറ്റത്തില്ല അല്ല. എന്തായാലും നമുക്ക് തുടങ്ങാം. പേടിയുണ്ടോ? എന്തിനു പേടിക്കുന്ന? ഞങ്ങൾ രണ്ടുപേരില്ലേ? മതി, നമ്മക്ക് ചെറുതായിട്ടൊന്ന് വണ്ടി ഡ്രൈവർ സീറ്റിലൊന്ന് ഇരുന്ന് കിട്ടിയാ മതി. പിന്നെ ഞങ്ങൾ ഓടിപ്പിക്കും വണ്ടി. പോരാ, മേഡം ഹാപ്പി ആയിട്ട് ഇരുന്ന് കയറാം. മേഡത്തിന് ഏജ് എത്രയുണ്ട്? 62 വയസ്സുണ്ട് അല്ല. മേഡം ഒരു കാരണം ശരി, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടണം. നമുക്ക് പേടിച്ചാൽ നമ്മൾ എപ്പോഴും പേടിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. നമ്മളിപ്പോ ഒരു എക്സ്പെക്ടർ ഡ്രൈവർ ഓടിക്കുന്ന പോലെ സ്പീഡിൽ ഓടിക്കുമെന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് അപകടം കൂടാതെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തട്ടാതെ മുട്ടാതെ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ തരുന്നത്. ആ എക്സ്പീരിയൻസ്, ആ ഒരു ആത്മവിശ്വാസം, അത് വെച്ച് മേഡം എന്ത് ചെയ്യണം? വീണ്ടും അതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. ഇപ്പൊ ഞങ്ങൾ ഇന്ന് തന്ന ആത്മവിശ്വാസത്തിൽ മേഡം എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ എവിടെയും പോകണ്ടെങ്കിലും ഒരു അരമണിക്കൂർ വണ്ടി എടുത്ത് കൊണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ മേഡത്തിന് പിന്നെയും ഇത് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാതെ നമ്മളിപ്പോ ഇന്ന് ഞങ്ങൾ ക്ലാസ് തന്നിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വണ്ടി എടുക്കും, വീണ്ടും മേഡം പഴയതുപോലെ വരും. കാരണം നമ്മൾ 22 വർഷമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട്, മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ശംഭു ഓക്കെ അല്ല? അപ്പൊ നമ്മള് എനിക്കൊന്ന് കിഡിനകത്ത് ഇരിക്കുന്നത് ഒരു 3ാമത്തെ വണ്ടിയാന്ന് തോന്നുന്നു, കിഡ് അല്ല. അങ്ങനെ ഞങ്ങള് പാലായിൽ വന്നിരിക്കുവാണ്. വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ ഇൻഡിക്കേറ്റർ ചെയ്ത് കഴിയില്ല. അതല്ല, ഇനി എന്ത് ചെയ്യണം? പോവരുത്. ആ മിറർ കാണാവുന്ന രീതി അറേഞ്ച് ചെയ്യും. മേഡം എത്തിയാ നോക്കുന്നത്? കാണാവാ? അകത്തുനിന്ന് ആ ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അഡ്ജസ്റ്റ്. ഈ ലെഫ്റ്റ് സൈഡ് മിററും കറക്റ്റ് ആണോ? കുറച്ച് ഇങ്ങോട്ടാക്കണം. ഇച്ചിരി ഇങ്ങോട്ട് വരട്ടെ. ഇച്ചിരി ഇങ്ങോട്ട് വരട്ടെ. നമ്മുടെ വണ്ടിയും കാണണം, പുറകുവശവും കാണണം. കാണാവാ? എനിക്ക് കാണാം. ഈ ഡോറിന്റെ ഇതല്ലേ, അത് കാണാം. അതും കാണാം. കാണാം. എങ്ങോട്ട് വരണം? ഇങ്ങനെ അല്ല ഇങ്ങോട്ട് മതിയാ? മതിയാ? നേരെ പുറകിലെ കാഴ്ച കാണാൻ പറ്റുമോ നോക്കിയാൽ മതി. നേരെ പുറകിൽ കാണാവോ? വളവൊന്നും കാണണ്ട മേഡം. കാണാവാ? ഞാൻ തിരിച്ചു വെച്ചതാ എനിക്കൊന്ന് കാണാനായിട്ട്. പിന്നെ മേഡം നോക്കി, ഇതിനകത്തൊരു വാണിംഗ് ലൈറ്റ് തെളിഞ്ഞിറപ്പുണ്ട്. എന്തുവാ അത്? ഒരു ചുവന്ന കളറില്. അതെന്തോ അത് പൊക്കിയിട്ട് ഞെക്കിയിട്ട് താഴ്ത്തും. അല്ല, ഒന്നുമായിട്ട് ബന്ധമില്ല മേഡം. ബ്രേക്ക് വിടാതിരുന്നാ മതി. ഇതൊന്ന് ഓഫ് ചെയ്തേ. ലൈറ്റ് ഇല്ലേ? അതൊന്ന് ഓണാക്കിക്കേ വെറുതെ ഒന്ന്. ഇനി ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കെ അല്ലേ? വണ്ടി നീക്കാൻ നമുക്ക്. നീങ്ങട്ടെ പതിയെ. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തപ്പോ വണ്ടി മുന്നോട്ട് നീങ്ങിയില്ലല്ലോ. ബ്രേക്ക് പതിയെ ലൂസ് ചെയ്ത് കൊടുക്കും. വണ്ടി പതിയെ മുന്നോട്ട് നീങ്ങിക്കോളും. കണ്ടാ? കൂളായിട്ട് ഇരിക്കും കേട്ടോ. ഒരുപാട് പുറകിൽ നിന്ന് വരുന്നവരെ ഒന്നും തലയിലെടുത്ത് വെക്കണ്ട. നമുക്ക് ഇവിടം വരെ കയറാൻ പറ്റും. കയറുന്നില്ലേ? ഇനി ആ റോഡിനനുസരിച്ച് നേരെയാക്കി കൂടെ കൊടുക്കണം വണ്ടിയെ. നേരെയാക്കി വരും. അത് തന്നെ. ഇനി പോട്ടെ. നമുക്ക് നോക്കേണ്ട സൈഡ് ലെഫ്റ്റ് സൈഡ്, ഇടത് സൈഡ് മാത്രം നോക്കുക. പുറകിലോട്ട് നോക്കണ്ട, മുന്നോട്ട് റൈറ്റ് സൈഡും നോക്കണ്ട കേട്ടാ. ബാക്കി ആ 2 സൈഡും ഫ്രണ്ടിലിരിക്കുന്ന ആശ നോക്കിക്കോളും. മേഡം നോക്കണ്ട ലെഫ്റ്റ് സൈഡ് മാത്രം കേട്ടാ. ഓക്കെ. എന്നെ കാട്ടി നന്നായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ മേഡം. ഞങ്ങളെ കാട്ടി നന്നായിട്ട് ഓടിക്കുന്നുണ്ട്.
ഒന്ന് ഒതുക്കി നിർത്തിക്കുക, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്. എന്നിട്ട് എവിടെയെങ്കിലും സൈഡ് ഒതുക്കി നിർത്തിക്കുക മേഡം ഒന്ന് വണ്ടി. റോഡിലായി പോയില്ലേ നമ്മള്? ആ കുറച്ചുകൂടെ മുന്നിൽ സൈഡ് ഒതുക്കി നിർത്ത്. ധൃതി പിടിക്കണ്ട. ടെൻഷൻ ഇല്ലാതെ കൂളായിട്ട്. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തിക്കുക മേഡം വണ്ടി. ബ്രേക്ക് ചെയ്ത് നിർത്തിയാ. ഇനി മേഡം ബ്രേക്ക് ചെയ്യുന്ന ഫുള്ളൊന്ന് കാലെടുത്തേ. പേടിക്കണ്ട, ഫുള്ള് കാലെടുക്ക്. ഇല്ല, ഇപ്പോഴാണ് ഫുൾ കാലായത്. കണ്ട, ഒരു 2 അടി പുറകോട്ട് പോകുന്നുള്ളൂ, അല്ലാതെ ഒന്നും അങ്ങനെ ഓടിയൊന്നും പോകത്തില്ല. പേടിക്കരുത് കേട്ടാ. അത് ഒന്നുകൂടെ നിർത്തിക്കാൻ മേഡം, ഒന്ന് നിർത്ത്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് മുന്നോട്ട് എടുത്ത് നോക്കിയാ. ഫുള്ള് കാലെടുത്തേര്. കണ്ട, അത്രേ പുറകോട്ട് പോകത്തുള്ളൂ. അതിന് ടെൻഷൻ അടിക്കരുത് കേട്ടാ. പോട്ടെ. നമ്മള് ടെൻഷൻ അടിക്കാൻ തുടങ്ങിയ ടെൻഷൻ അടിച്ചോണ്ടിരിക്കേണ്ടി വരും കേട്ടോ മേഡം. കൂളായിട്ടിരിക്കുവോ. 2 ചങ്കുകളാ വന്നിരിക്കുന്നത് മേഡത്തിന്റെ. ഓക്കെ, ആ വാനിനെ കടന്നു പോയിട്ടില്ലേ മേഡം, ഒന്ന് സൈഡ് ഒതുക്കി നിർത്തണം കേട്ടാ. അപ്പൊ നേരത്തെ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വെക്കുക. ധൃതി ഒന്നും വേണ്ട, സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഒതുക്കി നിർത്തിക്കുക. അത്ര വേണം. പതിയെ സൈഡ് ഒതുക്കി നിർത്തുക. സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് മേഡത്തിന് അവിടെ എവിടെ എന്തുമാത്രം സൈഡിൽ ഒതുക്കാൻ പറ്റുമോ അത്രയും കൊണ്ടുവന്നിട്ട് ഈ വണ്ടിയെ നേരെയാക്കി നിർത്തുക വേണം. ഇനി സ്ഥലം ഉണ്ടാ ലെഫ്റ്റില്? മുന്നിലേക്ക് നോക്ക്, മുന്നിലേക്ക്. കണ്ട സ്ഥലം ഉണ്ടാ? അതും കൂടി ഉപയോഗിച്ചിട്ട് നിർത്താവുള്ളൂ വണ്ടി. മേഡത്തിന് നേരത്തെ സ്ഥലം കാണാൻ പറ്റത്തുള്ളൂ, ശരിയല്ല? ഇപ്പൊ കാണാൻ പറ്റുന്നത് ആ കലിങ്ക് വരെയുള്ള സ്ഥലം. അത് കണ്ടുവച്ചിട്ട് ആ സ്ഥലത്തിനനുസരിച്ച് വണ്ടിയെ ചേർത്ത് നിർത്തിക്കോണം. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മേഡത്തിന് ഈ സൈഡ് കാണാൻ പറ്റില്ല, അത് എനിക്കും കാണാൻ പറ്റില്ല. കേൾക്കുന്നുണ്ടാ? ഇപ്പൊ ഒരാൾ വണ്ടി നിർത്താൻ പറഞ്ഞാൽ മുന്നിൽ എവിടെയാണോ സ്ഥലം ഉള്ളത് ആ സ്ഥലം ഓർത്ത് കറക്റ്റായിട്ട് അവിടെ സൈഡ് ഒതുക്കി നിർത്തിക്കോണം. പോവാം, പോട്ടെ. പേടിക്കരുത്, ബ്രേക്ക് ഫുള്ള് വിട്ടു കൊടുത്താൽ മതി. കണ്ടാ, ഓടിപ്പോട്ടെ. അപ്പൊ ബാക്കിലുള്ള വണ്ടികളും കൂടെ നോക്ക്. എന്നിട്ട് ആ ലോറി കഴിഞ്ഞിട്ടൊന്ന് നിർത്തിക്കുക സൈഡില്. അപ്പൊ ആദ്യമേ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് മേഡത്തിന് ഇപ്പൊ കാണാം, കണ്ട എവിടെയാണ് സ്ഥലം ഉള്ളത്. ആ ടാറയിൽ നിന്ന് ഇറങ്ങാതെ നിർത്തുകയും വേണം. അപ്പൊ ഇവിടെ എന്തുമാത്രം സ്ഥലമുണ്ടോ അത് ഉപയോഗിച്ച് പതിയെ നിർത്തി കൊടുക്കും. ഇത്രേ ഉള്ളു കാര്യം. വെറുതെ എന്തിനാ ടെൻഷൻ അടിച്ചത്? കഴിഞ്ഞില്ലേ? ഇവിടുന്ന് പോവാം. പോണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം. അല്ല, ഈ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണം. റൈറ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടണം. റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടും. നമ്മൾ റോഡിന്റെ വെളിയിൽ കിടക്കുകയല്ലേ, ഓൺ ചെയ്യണം. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. ഓക്കെ, എന്നിട്ട് വണ്ടി മുന്നോട്ട് എടുത്തേ. ആക്സിലേറ്റർ ഒന്നും നിർബന്ധിച്ച് ധൃതി പിടിച്ചൊന്നും കൊടുക്കണ്ട. അങ്ങനെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേ. ഓഫായിക്കോളും മേഡം, അതിനകത്ത് പ്രസ് ചെയ്യണ്ട. കാറിന് വേണ്ടുന്ന സ്ഥലമൊക്കെ എടുത്ത് അതിനെ പാസ് ചെയ്ത് പോയിക്കും. മേഡം ഉൾപ്പെടെ ചരിയരുത്. ഒന്നും എടുക്കണ്ട, ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കും. കൂളായിട്ട്. അത്രയും സ്പീഡൊന്നും വേണ്ട. കയ്യിൽ ഇത്ര ബലമൊന്നും പിടിക്കണ്ട. വെറുതെ ഈ കൈ ഇങ്ങനെ ഇരിക്കാവുള്ളൂ കേട്ടാ. പിടിക്കുന്നുണ്ടാ? മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ മാറുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കും. ആ മേഡം എത്ര കൂളായിട്ടിരിക്കുന്നു അത്ര ഈസി ആയിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഈ കാറ് കഴിഞ്ഞിട്ടൊന്ന് ഒതുക്കി നിർത്താം. അപ്പൊ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും. എന്നിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കും. വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കും. എന്നിട്ട് സമാധാനമായിട്ട് അവിടെ സൈഡിൽ കൊണ്ട് ഒതുക്കി നിർത്തും. സൈഡിലാണ് മോള്. അതിനിടയ്ക്ക് വേറെ ഏതാണ്ടൊക്കെ ശ്രദ്ധിക്കാൻ പോണു മോളെ. എവിടെയാ നിർത്താൻ ഉദ്ദേശിക്കുന്നത്? എന്നാ സൈഡ് ഒതുക്കി നിർത്ത് കറക്റ്റായിട്ട്. പിന്നെ ബ്രേക്ക് മാത്രം മതി. സൈഡിലാണോ വണ്ടി? ഏത് സൈഡാ നോക്കുന്നത്? മുന്നിൽ നോക്കി കറക്റ്റ് നിർത്തും. നേരത്തെ നിർത്തിയ പോലെ ഈ സൈഡ് നോക്കി കറക്റ്റായിട്ട് നിർത്തിയാൽ മതി. വേറെ എവിടെയാണോ നിർത്താൻ ഉദ്ദേശിക്കുന്നത് ആ സൈഡ് നോക്കി കൊണ്ടുവന്ന് നിർത്തണം. പിന്നെ അവിടെ ടെൻഷൻ അടിക്കരുത്. കേൾക്കുന്നുണ്ടോ? നേരെ റോഡിൽ കൂടെ പോണ വണ്ടിയാ. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മേഡത്തിന് എവിടെയാണോ നിർത്തേണ്ടത് അങ്ങോട്ടേക്ക് ചരിച്ച് കൊണ്ടുവരിക. ആ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് നിർത്തിയിട്ട് വണ്ടി എങ്ങോട്ട് മാറ്റിയാൽ നേരെയാക്കാൻ പറ്റും. അങ്ങനെ മാറ്റി നിർത്തിയാൽ മതി. പോവാം. വീണ്ടും ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും. എന്നിട്ട് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് ഓടി പോട്ടെ. ഒറ്റയടിക്ക് റോഡേ കയറണ്ട. കണ്ട, ഇനി പോവാ. പോട്ടെ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്ക്. അതേല് ടെൻഷൻ അടിക്കരുത് കേട്ടാ. പോട്ടെ.
ആയിട്ട് ഓടിച്ചു പോകും. സ്റ്റിയറിംഗിൽ ബലമൊന്നും ഒരുപാട് പിടിക്കരുത് കേട്ടോ. ഒരു തീരുമാനം, പോകണ്ടെങ്കിൽ പോകണ്ട, പോകണമെങ്കിൽ പൊയ്ക്കോണം. ഒറ്റ തീരുമാനം എടുക്കണം, 2 തീരുമാനം ആകരുത് കേട്ടോ. സ്റ്റിയറിംഗിൽ നിന്നെല്ലാം ബലം എല്ലാം വിട്ട് ഫ്രീ ആയിട്ട് കൂളായിട്ടിരി. ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ ഒരു മരം നിൽക്കുന്ന കണ്ടാ, നമുക്ക് അവിടെ നിന്ന് ഒതുക്കി നിർത്താം. പോട്ടെ, അപ്പൊ ഇവിടുന്ന് ഓടിപ്പോട്ടെ, മരം എത്തിയിട്ടില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം ആദ്യം? ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി മേഡം ഒരു സ്ഥലം നിർത്താൻ തീരുമാനിക്കും. ആ സ്ഥലത്തേക്ക് ഈ വണ്ടിയെ പതിയെ ചരിച്ച് കൊണ്ടുപോവാം. മതി, മരത്തിന്റെ അവിടെ മതി, മരത്തിനപ്പുറത്ത് മതി. വണ്ടി സൈഡിലായിരിക്കണം. ഇവിടെ എന്ത് സ്ഥലമുണ്ടോ ആ സ്ഥലം ഉപയോഗിച്ച് തന്നെ നിർത്തണം. ഇനി എന്ത് ചെയ്യണം? നേരെ ആക്കണം വണ്ടിയെ. അപ്പൊ ബ്രേക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, ആക്സിലേറ്റർ ഉപയോഗിക്കരുത് കേട്ടാ. കാരണം നിർത്താൻ പോകുന്ന വണ്ടിയാ, പിന്നെ അതിന് സ്പീഡൊന്നും വേണ്ട. ഇനി ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഒതുക്കി നിർത്ത്. അങ്ങനെ ഇനി നിർത്ത്. വേണ്ട, ഇപ്പോഴും വെറുതെ ആവശ്യമില്ല ടെൻഷൻ എടുക്കുന്നുണ്ട്. വേണ ടെൻഷൻ വേണം. ടെൻഷൻ അടിച്ച വേണത്തിന് ചെയ്യാൻ പറ്റാതായി പോയത്. കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരുന്നാല ചെയ്യാൻ പറ്റില്ലേ? പോവാം നമുക്ക്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്ക്, മുമ്പിൽ ആളുണ്ടോ നോക്ക്. ഇതൊക്കെ നോക്കിയിട്ട് വണ്ടി എടുത്തോണ്ട് പോകും. പോട്ടെ, സമാധാനമായിട്ട് റോഡിലേക്ക് കയറ്റിയിട്ട് ഇരിക്കുന്നത് ഓക്കെയാണ്. സ്റ്റിയറിംഗിൽ ശരിക്കും ബലം പിടിക്കുന്നുണ്ട്. അതെല്ലാം വിട്ടേര്, കൂളായിട്ടിരിക്കും. അങ്ങനെ ഫ്രീ ആയിട്ട്, ബലം ഒന്നും വേണ്ട കേട്ടാ. എതിരെ വരുന്ന വണ്ടിയെ കണ്ട് പേടിക്കരുത്. നമ്മുടെ സൈഡിനനുസരിച്ച് നമ്മൾ ഓടിച്ചോടിച്ച് പോയിക്കോണം കേട്ടാ. പെട്ടെന്ന് ചവിട്ടി നിർത്തരുത് കേട്ടാ. ശംഭുവേ, ഒരു കുഴപ്പമില്ലല്ലോ മേഡത്തിന്? വെറുതെ വിളിച്ചാ നമ്മളല്ല, ചുമ്മാ വിളിച്ചാ. സത്യത്തിൽ ഒരു കുഴപ്പമില്ല. ഞാൻ നോക്കിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നതിനേക്കാൾ മുന്നേ വേഗത കുറയ്ക്കുന്നുണ്ട്. എല്ലാ കാര്യവും ചെയ്യുന്നു. ഇപ്പൊ വണ്ടി ബസ് നേരെ വന്നിട്ട് പോലും മേഡത്തിന് ഒരു കുഴപ്പമില്ല. ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ള കാര്യം. കണ്ട, ചവിട്ടി നിർത്തണ്ട. അത് ആവശ്യം ഉണ്ടെങ്കിൽ നിർത്തിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് നിർത്തേണ്ടി വരരുത് വണ്ടി. സ്ട്രെയിൻ ചെയ്ത് സ്റ്റിയറിംഗ് തിരിക്കായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നോക്കിയിട്ട് കാണുന്നത്. ഒരുപാട് ബലം പിടിക്കുന്നുണ്ട് സ്റ്റിയറിംഗിൽ. കൂളായിട്ട് ചെയ്യുക. വണ്ടി ഉപയോഗിക്കാതെ വെച്ചിരുന്നോണ്ട് നിറച്ച് പൊടി മണമുണ്ട് ഇതിനകത്ത്. അടച്ചു കൂട്ടിയിട്ടിരിക്കുന്നോണ്ടേ പൊടി മണം ഭയങ്കര. സ്വന്തം വണ്ടി ഉണ്ടായിട്ടല്ല. ഇനി ആളെ ഒന്നും വിളിക്കരുത്, ഓടിച്ചു പോയിക്കോണോ കേട്ടാ. കുറച്ച് നേരത്തെ ഇറങ്ങിക്കോണം. 2 മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ട സ്ഥലമാണ് 4 മണിക്കൂർ മുമ്പ് ഇറങ്ങിക്കോണം. ഇറങ്ങി കറക്റ്റ് ചെയ്തോണം കേട്ടോ. കുറെ നാളത്തേക്ക് അങ്ങനെ പറ്റത്തുള്ളൂ വേണം. അല്ല, ഒരു എക്സ്പെക്ടഡ് ഡ്രൈവർ ഓടിക്കുന്ന പോലെ ഒന്നും നമുക്ക് ഓടിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം അതാണ്, നമ്മള് 22 വർഷമായതാ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട്. ഈ 22 വർഷമായിട്ട് പിന്നെ നമ്മൾ വേറെ ജോലിയും നമ്മുടെ മെമ്മറി കാർഡിൽ വേറെ കാര്യങ്ങളെല്ലാം സേവ് ചെയ്തിട്ടിരിക്കുക. ഇതുമായിട്ടൊരു ബന്ധവും ഇല്ല. അപ്പൊ മേഡം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് പോകേണ്ട സ്ഥലത്ത് ഒരു അരമണിക്കൂർ മുന്നേ ഇറങ്ങിക്കണം. അങ്ങനെ പോവുക. നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയുമ്പോൾ എവിടെയെങ്കിലും ഒതുക്കി നിർത്തുകയോ കുറച്ചു നേരം റിലാക്സ് ചെയ്യുകയോ പിന്നെയും യാത്ര തുടങ്ങുക. അങ്ങനെ ചെയ്യാവുള്ളൂ. എല്ലാ ദിവസവും നമുക്ക് എവിടെയും പോകണ്ടെങ്കിലും 1 മണിക്കൂറെങ്കിലും വണ്ടി ഓടിച്ച് ഷെഡിനകത്ത് കൊണ്ട് ഇട്ടണം. ഓടിക്കാതിരുന്ന ഇത് തിയറി പോലെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓടിച്ച് വരുമ്പോഴേ നമുക്കൊരു എക്സ്പീരിയൻസ് ആകത്തുള്ളൂ. ഓക്കെ, ഓടിച്ചോളൂല്ലോ. ഇപ്പൊ കോൺഫിഡൻസ് കുറച്ച് വരുന്നില്ല. അത്രേ ഉള്ളൂ. ഇതേ ഉള്ളു കാര്യം, വേറെ ഒന്നുമില്ല മേഡം. മേഡത്തിന്റെ പ്രശ്നം ഇനി ആ വീട്ടിൽ നിന്ന് കയറ്റിയിടുന്നതല്ല, അത് ഞങ്ങള് കൊള്ളാം. ഇറക്കം വന്നോ മേഡം തന്നെയാ കൈകാര്യം ചെയ്തത്, ഞാനൊന്നും അല്ല. ഇത്രേ ഉള്ളൂ.
ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോയത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നിടന്നിട്ടാണോ? അല്ല, സ്റ്റാർട്ടും ചെയ്യണ്ട, നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? ആദ്യം ഏതില് തുടരണം? ആദ്യം ഇത് അല്ല, ആദ്യം ബ്രേക്ക് ചവിട്ടണം. ചവിട്ട് കണ്ട, എന്നിട്ടേ ഇത് താത്താവുള്ളൂ, അല്ലെങ്കിൽ വണ്ടി ഉരുണ്ട് പോവും. ആ, ഇനി താത്ത്. ആ ലൈറ്റ് ഓഫായാ? ഓഫായില്ലേ? അങ്ങനെ എത്തിയൊന്നും നോക്കണ്ട. ഈ ചാരി ഓക്കെയാണ്, നേരെ വെക്കണം. ഇനി ആ, അതാ ഞാൻ ചോദിച്ചത്. നേരെ ആക്കി വെക്കും. അവിടെ ലിവർ കണ്ട കിട്ടിയാ? പൊങ്ങിയില്ല. ആ, അതെ. ഇനി ഒന്ന് വിട്ടേ. അതെ, ചാരിക്ക് മതിയാ? ഇങ്ങനെ ഇരുന്നാ മതിയാ? ഓക്കെയാണോ? ടെൻഷൻ ഉണ്ടാ? എന്ത് ഇനി ടെൻഷൻ ഉണ്ടാ? ഇവിടെ പോയിക്കാ. ഇനി ടെൻഷൻ ഉണ്ടാ? ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇതിലും നല്ല പോലെ ഓടിക്കാൻ പറ്റുവാ? എനിക്ക് ഓടിക്കാൻ അറിയാൻ വയ്യ ഇതിലും നല്ല പോലെ. ഞാൻ എന്തിനാ കളിയാക്കുന്നത്? എന്തിനാ എന്നെ സാറേന്ന് വിളിക്കുന്നത് തന്നെ എനിക്ക് ചിരി തന്നെ. എന്തിനാ അങ്ങനെ? അല്ലല്ല, അതല്ല ഞാൻ വിട്ട. ഇതിലും നല്ല പോലെ ഓടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ മാഡം റേസിങ്ങിന് പോണ ആളൊന്നും അല്ല, ആണാ? നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് പതിയെ പോയാ മതി, ശരിയല്ലേ? 20 വയസ്സുള്ള ഒരാൾ ഓടിക്കുന്ന പോലെയാണോ 40 വയസ്സുള്ള ഒരാൾ വണ്ടി ഓടിച്ചു പോണത്? 20 വയസ്സുള്ളവന് റോഡില് വേറെ കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം, ശരിയല്ലേ? 40 വയസ്സുള്ള ഒരാൾ അങ്ങനെയാണോ പോണേ? വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കും, റോഡിലെ കാര്യങ്ങൾ ആലോചിക്കും, ശരിയല്ലേ? മാഡം ഇപ്പൊ ഓടിക്കുന്ന വെച്ച് നോക്കിയിട്ട് മാഡത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടാ? മാഡം പറ. ഞാൻ ഇരിക്കുന്നതല്ല, ഇരിക്കുന്ന വീട് ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താ ഈ വണ്ടിയിൽ? ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നോ? അതേ ഉള്ളൂ. ആ ധൈര്യം ഉണ്ടായാ മതി. എപ്പോഴും റോഡിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിച്ചോളും എന്നൊരു ധൈര്യം ഉണ്ടായാ മതി. അതല്ല സാറ് പറഞ്ഞു തരികയല്ലേ എന്തെങ്കിലും തെറ്റ് പറ്റിയ ധൈര്യം. ഞാൻ മുന്നോട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഇന്നത്തെ കാര്യമല്ല പറഞ്ഞേ. ഇനി മുന്നോട്ട് പോകുമ്പോ ആലോചിക്കേണ്ടി തരും. ഞാൻ പതിയെ പോകുന്ന ഒരാളാണ്, എന്നെ നോക്കി മറ്റുള്ളവർ പൊയ്ക്കോളും എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും എനിക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാൽ ഞാൻ അവിടെ വണ്ടി നിർത്തും. എന്നിട്ട് അവര് പോയി കഴിഞ്ഞിട്ട് തിരക്കൊഴിയുമ്പോ വീണ്ടും പോകുമെന്ന് തീരുമാനിച്ചാൽ തീർന്ന പ്രശ്നം, ശരിയല്ലേ? അവിടെ ഒരു ബസ് വന്നപ്പോ മാഡം എന്തോ ചെയ്തത്? ശരിയല്ലേ? ഒന്ന് വണ്ടിയുടെ വേഗത കുറച്ചൊന്ന് നിർത്താൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാ പോയത്, ശരിയല്ലേ? അല്ലേ മാഡം എന്ത് ചെയ്തേനെ? അവിടെ നിർത്തിയേനെ. അത്രേ ഉള്ളൂ. എനിക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാൽ നിർത്തിയേക്കണം. എന്നിട്ട് അവര് പോയി കഴിയുമ്പോ പോയേക്കണം. കുറച്ച് ഹോണടി കേൾക്കും, അത് കാര്യമാക്കരുത്. പോവാം നമുക്ക്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം മേഡം. നമുക്ക് ഇതിനകത്ത് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയല്ല, ഇപ്പുറത്ത് ക്ലച്ചും ബ്രേക്കും ഇല്ല ചവിട്ടാനായിട്ട്. മേഡം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് വണ്ടി നിൽക്കത്തുള്ളൂ. നമുക്ക് ഈ വണ്ടി നിർത്താനായിട്ട് മാജിക്കോ ഒന്നും പറ്റത്തില്ല. മേഡം എപ്പോ ബ്രേക്ക് ചവിട്ടുന്നു അപ്പോഴേ വണ്ടി നിൽക്കത്തുള്ളൂ. അപ്പൊ മേഡം ഓടിക്കാതെ ഇത് നിൽക്കുക. നിർത്തണമെന്ന് മേഡം വിചാരിച്ചാലേ വണ്ടി നിൽക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് ബ്രേക്ക് ചവിട്ടാൻ പറ്റുമോ? പുറകെ ഇരുന്നുണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആശാനെ ചവിട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മേഡം ഇത് ഓടിക്കുന്നുണ്ട്. മേഡം സ്വയമേ എടുത്തു വെക്കുക, എനിക്ക് പേടിയാണ്, എനിക്ക് പേടിയാന്നുള്ള. പേടിക്കുന്നത് എന്തിനാണ്? ധൈര്യത്തിൽ ഓടിക്കത്തില്ല, ഓടിക്കണം കേട്ടാ. പോട്ടെ. ഈ ഹാൻഡ് ബ്രേക്കിന്റെ ഗിയർ മാറ്റണ്ടേ നമ്മള്? അതൊക്കെ കാണാൻ അറിയാല്ലേ? ഈ ഹാൻഡ് ബ്രേക്കിന്റെ തന്നെ ഞങ്ങൾ 1 മണിക്കൂറോളം ക്ലാസ് കൊടുത്ത സ്ഥലമുണ്ട് ചിലർക്ക്. മാഡത്തിന് അങ്ങനെ വല്ലതും വന്നാ പ്രശ്നങ്ങള്? കേറുവോ വണ്ടി ഓടിച്ചോണ്ട് പോവുമല്ലേ നമ്മള്? ഓഫായിട്ടൊന്നുമില്ല. ഇൻഡിക്കേറ്റർ അത് തിരിഞ്ഞു വെച്ചിരുന്നോണ്ടാ, നമ്മള് വണ്ടി തിരിച്ചില്ലേ, അതുകൊണ്ടാ.